आज की ഹിന്ദി കക്ഷ में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കനുപ്രിയയിലെ മഞ്ജരി പരിണയം എന്ന് പറയുന്ന ഭാഗത്തെ ആമ്രഭോർക്ക അർത്ത് അതിലെ ഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ പഠിച്ചത് രാധ തൻ്റെ മണ്ടത്തരങ്ങൾ കൃഷ്ണനോട് ഓർമ്മിപ്പിക്കുകയാണ്. അത് കാരണം കൃഷ്ണനെ കാണാൻ സാധിക്കാത്തതും കൃഷ്ണൻ്റെ പല സൂചനകളും മനസ്സിലാക്കാൻ സാധിക്കാത്തതും അതുകൊണ്ടാണ് എന്ന് പറയുകയാണ്. നമുക്കടുത്ത ഭാഗത്തേക്ക് കടക്കാം. सुनो मेरे मित्र, ये जो मुझ में इसे उसे तुम्हें अपने को कभी कभी ना समझ पाने की नादानी है ना, इसे भी रोको मत, होने दो. वह भी एक दिन हो कर रीत जाएगी. और मान लो ना भी रीते और मैं ऐसी ही बनी रहूं तो क्या. मेरा हर बावलेपन पर कभी खिन्न होकर, कभी अनभोला टानकर, कभी हंसकर, तुम जो प्यार से अपनी बाहों में कसकर बेसुध कर देते हो, उस सुख को मैं छोड़ूं क्यों. करूँगी, बार बार नादानी करूँगी. तुम्हारी मुँह लगी ജിദ്ദി നാഥാൻ മിത്ര ബി തോ ഹൂന. നമുക്കിതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. സുനോ മേരെ മിത്ര, യെ ജോ മുജ്മേ ഇസേ ഉസേ തുമേ അപ്നേ കോ. കേൾക്കൂ എൻ്റെ കൂട്ടുകാരൻ. കൃഷ്ണൻ രാധയുടെ കൂട്ടുകാരനും കൂടിയാണ്, കാമുകൻ മാത്രമല്ല. കൂട്ടുകാര എന്ന് സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. യെ ജോ മുജ്മേ കബി കബി ന സമജ് പാനേക്ക് നാദാനി ഹെ. നാദാനി എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൾ, ഇന്നസെൻറ്റ്, പൊട്ടത്തരം, മണ്ടത്തരം എന്നൊക്കെ അർത്ഥമുണ്ട്. എൻ്റെ ഈ മണ്ടത്തരങ്ങൾ ഇസേ ബി റോക്കോ മാത്ത്, എന്നിൽ കാണുന്ന എൻ്റെ ഈ മണ്ടത്തരങ്ങൾ അതവിടെ തന്നെ നിന്നോട്ട്, അതിനെ തടയരുത്. ഹോനേത്, അത് സംഭവിച്ചോട്ടെ. വബി എക് ദിൻ ഹോക്കർ റീജായി, അതും ഒരു ദിവസം ശൂന്യമാകും. എൻ്റെ വിഡ്ഢിത്തവും ഒരു ദിവസം ശൂന്യമാകും. എപ്രകാരമാണോ നീ പറഞ്ഞത് എൻ്റെ കണ്ണുകൾ, എൻ്റെ അധരങ്ങളൊക്കെ എന്നിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ്, അതിനുശേഷം അത് ശൂന്യമാകുമെന്ന് നീ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുപോലെ ഈ മണ്ടത്തരങ്ങളും ഒരു ദിവസം ശൂന്യമാകും. പക്ഷെ അതവിടെ നിന്നോട്ടെ എന്ന് രാധ കൃഷ്ണനോട് പറയുകയാണ്. ഓർ മാൻ ലോ നാ ബി റേത്തെ ഓർ മേ ऐसी ही बनी रहूं तो क्या. ഇനി അത് ശൂന്യമായില്ല എന്ന് കരുതുക. ഒരു മേ ऐसी ही बनी रहूं, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെന്ന് കരുതുക. അതുകൊണ്ട് എന്താണ് കുഴപ്പം. ഇനി അത് ശൂന്യമായില്ലെങ്കിൽ എന്താണ് നഷ്ടം, അതിനെന്താ കുഴപ്പമെന്ന് രാധ കൃഷ്ണനോട് ചോദിക്കുകയാണ്. मेरे हर भावलेपन पर कभी किन्न होकर, कभी अनभोला टानकर, कभी हंसकर, तुम जो प्यार से अपनी बाहों में कसकर बेसुध कर देते हो, उस सुख को मैं छोड़ूं क्यों. മേരെ ഹർ ഭാവലേപ്പൻ പർ, എൻ്റെ എല്ലാ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും, ഭാവലേപ്പൻ പർ എന്ന് പറഞ്ഞാലും മണ്ടത്തരങ്ങളാണ്, പാഗൽപ്പൻ. കബി കിന്ന് ഹോക്കർ, എൻ്റെ മണ്ടത്തരങ്ങൾ കാരണം അല്ലെങ്കിൽ എൻ്റെ പൊട്ടത്തരങ്ങൾ കാരണം ചിലപ്പോഴൊക്കെ നീ ദുഃഖിക്കാറുണ്ട്. അതുപോലെ കബി ആൻ ഭോല ടാൻക്ക്, ചിലപ്പോൾ സംസാരിക്കാതെ പിണങ്ങി നിൽക്കാൻ നീ തീരുമാനിക്കാറുണ്ട്. ഠാന്ന, തീരുമാനിച്ചിരിക്കുക. ആൻ ഭോല, സംസാരിക്കാതിരിക്കുക, പിണങ്ങിയിരിക്കുക. കബി ഹസ്കർ, ചിലപ്പോഴൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട്. തും ജോ പ്യാർ സെ അപ്നി ബാഹോ മേ കസ്കർ, നീ വളരെ സ്നേഹത്തോടു കൂടി നിൻ്റെ കൈകളാൽ എന്നെ ഗാഠമായി ബേസുദ് കർദേത്ത്, എന്നെ ബോധരഹിതയാക്കാറുണ്ട്. എന്നെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് എന്നെ ബോധരഹിതയാക്കാറുണ്ട്. ഓ സുഖക്കോ മേ ചോടും ക്യൂ, ആ സുഖത്തിനെ ഞാൻ എന്തിനാണ് വേണ്ടാന്ന് വയ്ക്കുന്നത്, ഒഴിവാക്കുന്നത്. കറൂങ്കി, ചെയ്യും. ബാർ ബാർ നാദാനി കറൂങ്കി, ഞാൻ വീണ്ടും വീണ്ടും ഈ അറിവില്ലായ്മ കാണിക്കും, ഇന്നസെൻസ് കാണിക്കും. തുമാരി മൂലകി, നിൻ്റെ ധിക്കാരിയായ, ജിദ്ദി, നിൻ്റെ വാശിയായ, നാഥാൻ മിത്രബി തോഹൂന, അറിവില്ലാത്തവളാണ്, നിൻ്റെ മിത്രമാണ്, നീ എന്നോട് ക്ഷമിക്കില്ലേ, നിൻ്റെ കൂട്ടുകാരിയല്ലേ ഞാൻ എന്ന് പറയുകയാണ്. അതായത് എൻ്റെ ഈ നാദാൻ, എൻ്റെ ഇന്നസെൻസ്, എൻ്റെ ഈ അറിവില്ലായ്മ കാരണമാണ് നീ എന്നെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിക്കാറ്. ആ സുഖം ഞാൻ വേണ്ടെന്ന് വെക്കില്ല, ഞാൻ വീണ്ടും വീണ്ടും ഈ മണ്ടത്തരങ്ങൾ ചെയ്യും എന്നാണ് രാധ കൃഷ്ണനോട് പറയുന്നത്. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. आज इस निर्बध एकांत में तुमसे दूर पड़ी हूँ मैं, और इस प्रगाढ़ अंधकार में तुम्हारे चंदन
कसाव के बिना मेरी देहलता के बड़े बड़े गुलाब धीरे धीरे टीस रहे हैं और दर्द उस लिपि के अर्थ खोल रहा है जो तुमने आम्र मंजरियों के अक्षरों में मेरी मांग पर लिख दी थी। आम के भोर की महक तुर्श होती है। तुमने अक्सर मुझ में डूब डूब कर कहा है कि वह मेरी तुर्शी है, जिसे तुम मेरे व्यक्तित्व में विशेष रूप से प्यार करते हो। आम का वह भोर मौसम का पहला भोर था, अछूता, ताज़ा, सर्वप्रथम। मैंने कितनी बार तुम में डूब डूब कर कहा है कि मेरे प्राण, मुझे कितना गुमान है कि मैंने तुम्हें जो कुछ दिया है वह सब अछूता था, ताज़ा था, सर्वप्रथम, प्रस्फुटन था। तो क्या तुम्हारे पास की धार पर खिली, तुम्हारे कंधों पर झुकी वह आम की ताज़ी, कुंवारी, तुर्श मंजरी में ही थी और तुमने मुझसे ही मेरी मांग भरी थी। ये क्यों मेरे प्रिय? क्या इसलिए कि तुमने बार बार ये कहा है कि तुम अपने लिए नहीं, मेरे लिए मुझे प्यार करते हो। और क्या तुम इसी का प्रमाण दे रहे थे जब तुम मेरे ही निजत्व को, मेरे ही आंतरिक अर्थ को मेरी मांग में भर रहे थे? നമുക്കിതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. आज इस നിർബന്ധ ഏകാന്ത में तुमसे दूर पड़ी हूँ मैं. ഇന്ന് ഞാൻ ഈ ജനവാസമില്ലാത്ത, നിർബന്ധം എന്ന് പറഞ്ഞാൽ ജനവാസമില്ലാത്ത ഈ ഏകാന്തതയിൽ തുംസെ ദൂർ പടി ഹും മേ, ഞാൻ നിന്നിൽ നിന്ന് ഒരുപാട് ദൂരത്താണ്. ഈ ജനവാസമില്ലാത്ത ഈ സ്ഥലത്ത് ഞാൻ ഏകാന്തമായിട്ടാണ് നിൽക്കുന്നത്. और इस प्रगाढ़ अंधकार में तुम्हारे चंदन कसाव के बिना मेरी देहलता के बड़े बड़े गुलाब धीरे धीरे टीस रहे हैं. അതുപോലെ തന്നെ ഈ കനത്ത ഇരുട്ടിൽ, അന്ധകാരത്തിൽ തുമാരെ ചന്ദൻ കസാവയ്ക്ക് പിന്നെ നിൻ്റെ ചന്ദന മണമുള്ള കൈകളുടെ കസാവയ്ക്ക് ഭിന, കസാവ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക എന്നാണ്. നിൻ്റെ കൈകൾ കൊണ്ടുള്ള കെട്ടിപ്പിടുത്തം, ആലിംഗനം, മേരി ദേഹലതാക്കെ ബടേ എൻ്റെ ദേഹമാകുന്ന, ശരീരമാകുന്ന വള്ളി, അതാണ് ദേഹലത. ആ വള്ളീൻ്റെ ബടേ ഗുലാബ്, വലിയ റോസ്, ഗുലാബ് എന്ന് പറഞ്ഞാൽ റോസാണ്, വലിയ വലിയ റോസാപ്പൂ, ധീരെ ധീരെ ടീസ് രഹേ, പതുക്കെ പതുക്കെ വേദനിക്കുകയാണ്. ടീസ് രഹേ എന്ന് പറഞ്ഞാൽ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ ശരീരമാകുന്ന വെള്ളിയിലെ റോസ്, വലിയ വലിയ റോസാപ്പൂക്കൾ ധീരെ ധീരെ പതുക്കെ പതുക്കെ വേദനിക്കുകയാണ്. എൻ്റെ ചന്ദനം നിറഞ്ഞ, ചന്ദന സുഗന്ധമുള്ള കെട്ടിപ്പിടുത്തം ഇല്ലാത്തത് കാരണം വേദനിക്കുകയാണ്. और दर्द उस लिपि के अर्थ खोल रहा है. ആ വേദന, ആ ലിപിയുടെ അർത്ഥം ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അത് നമ്മളെ അറിയിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലിപിയുടെ അർത്ഥം ഇവിടെ തുറക്കപ്പെടുകയാണ്. ഇവിടെ രാധ കൃഷ്ണൻ്റെ ആലിംഗനം ആഗ്രഹിക്കുകയാണ്. അതില്ലാത്തതിൻ്റെ വേദനയാണ് ഇവിടെ രാധ നമ്മോട് പറയുന്നത്. കൃഷ്ണൻ്റെ സാമീപ്യം അവൾ ആഗ്രഹിക്കുന്നു. जो तुमने आम्र मंजरियों के अक्षरों में मेरी मांग पर लिख दी थी. നീ എപ്പോഴാണോ മാമ്പൂ കൊണ്ട് അക്ഷരങ്ങൾ എഴുതി എൻ്റെ സിന്ദൂരരേഖയിൽ ചാർത്തിയത്? നീ എന്തിനാണ് അത് എഴുതിയത്? മാമ്പൂ കൊണ്ട് എൻ്റെ സിന്ദൂരരേഖയിൽ അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയത് എന്തിനാണെന്ന് ആ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. आम के भोर की महक तुर्श होती है. മാമ്പൂവിൻ്റെ സുഗന്ധം അത് തീക്ഷ്ണമാണ്. മാമ്പൂവിൻ്റെ സുഗന്ധം, ആം കെ ഭോർ എന്ന് പറഞ്ഞാൽ മാമ്പൂവിൻ്റെ സുഗന്ധം, മഹക്ക് സുഗന്ധമാണ്. തുർഷ് ഹോത്തി ഹെ, തുർഷ് എന്ന് പറഞ്ഞാൽ തീക്ഷ്ണമാണ്. തുമ്നെ അക്സർ മുജ്മെ ഡൂബ് ഡൂബ് കർ കഹാ ഹെ കി വോ മേരി തുർഷി ഹെ. നീ പലപ്പോഴായിട്ട്, അക്സർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും, നീ പലപ്പോഴായിട്ട് എന്നിൽ, മുജ്മെ ഡൂബ് ഡൂബ് കർ, എന്നിൽ ലയിച്ചു ചേർന്ന്, ഡൂബ് ഡൂബ് എന്ന് പറഞ്ഞാൽ ലയിച്ചു ചേർന്ന്, കഹാ ഹെ പറഞ്ഞിട്ടുണ്ട്, കി വോ മേരി തുർഷി ഹെ, അത് എൻ്റെ തീക്ഷ്ണതയാണ്. മാമ്പൂവിൻ്റെ തീക്ഷ്ണത ഞാനാണെന്ന് നീ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജിസെ തും മേരെ വ്യക്തിത്വമേ വിശേഷ രൂപ സെ പ്യാർ കർത്തെ ഹോ.
ആ തീക്ഷ്ണത, അതുപോലെ എൻ്റെ വ്യക്തിത്വം, വിശേഷ സൂക്ഷിപ്പേക്കത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിശേഷതയാണത് എന്ന് നീ പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നീ സ്നേഹിക്കുന്നത് എന്നും നീ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിശേഷതയാണ് തീക്ഷ്ണത, ആ തീക്ഷ്ണതയാണ് നീ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആം ക വ ഭോർ മൗസം ക പഹല ഭോർ ത. മാമ്പൂ അത് ആ സീസണിലെ സീസൺ, ആ സീസണിലെ ആദ്യത്തെ ഭോർ ആയിരുന്നു, മാമ്പൂവായിരുന്നു. അച്യുത താസ സർവപ്രദം, ആരും തൊടാത്ത അച്യുത താസ ഫ്രഷ്, സർവപ്രദം ഏറ്റവും ആദ്യത്തെ. मैंने कितनी बार तुम में डूब डूब कर कहा है, ഞാൻ ഒരുപാട് തവണ നിന്നിൽ ലയിച്ചു ചേർന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. कि मेरे प्राण, ए പ്രാണദേവ, മുझे कितना गुमान है, എനിക്ക് ഒരുപാട് ഗുമാൻ, ഗർവാണ്, അഭിമാനം, എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. कि मैंने तुम्हें जो कुछ दिया है, ഞാൻ നിനക്ക് എന്തൊക്കെയാണോ തന്നിട്ടുള്ളത്. വ സബ് അച്യുതാത്ത, അതെല്ലാം ആരും തൊടാത്തതായിരുന്നു. താസാത്ത, ഫ്രഷായിരുന്നു. സർവപ്രദം പ്രസുഡന്ത, അതുപോലെ തന്നെ ആദ്യം വികസിച്ചതാണ്. ഏറ്റവും ഫസ്റ്റ് സർവപ്രദം, ഏറ്റവും ഫസ്റ്റ് പ്രസുഡൻ എന്ന് പറഞ്ഞാൽ വികസിതം എന്നാണ് അർത്ഥം. ഏറ്റവും ഫസ്റ്റ് വികസിച്ചതുമാണ് അത്. ആ സീസണിൽ ആദ്യം വിരിഞ്ഞ മാമ്പൂവാണ്. ആ മാമ്പൂവിനെയാണ് ഇവിടെ രാധയുമായിട്ട് രാധ താരതമ്യം ചെയ്തിരിക്കുന്നത്. അതാരും തൊടാത്തതാണ്, ഫ്രഷാണ്, ഏറ്റവും ഫസ്റ്റത്തെയാണ്. അതായത് രാധയെ ആരും തൊട്ടിട്ടില്ല, വളരെ കന്യകയാണ് എന്നൊക്കെയാണ് രാധ ഇവിടെ അർത്ഥമാക്കുന്നത്. അവൾ എന്തൊക്കെ കൃഷ്ണന് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഫ്രഷാണ്, അതായത് ആരും തൊട്ടിട്ടില്ല, വളരെ കന്യകത്വം അവൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. तो क्या तुम्हारे पास की ढार पर खिली, तुम्हारे कंधों पर झुकी वह हाम की ताज़ी. तो क्या, എന്നാൽ എന്താ, തുമാരെ പാസ് കി ഢാർ പർ കിലി, നിൻ്റെ അടുത്തുള്ള ശാഖയിൽ, ഢാർ പർ എന്ന് പറഞ്ഞാൽ ശാഖയാണ്, അതിൽ വിരിഞ്ഞ, തുമാരെ കന്തോ പർ ജുക്കി, നിൻ്റെ തോളിൽ തൂങ്ങിക്കിടക്കുന്ന, കുനിഞ്ഞുകൊണ്ട് നിൽക്കുന്ന, ജുക്കി, വ ആം കി താസി, ആ മാമ്പഴത്തിൻ്റെ താസി, ഫ്രഷ്നസ്, ക്വാരി, തുഷ് മഞ്ചരിമേ മേഹീത്തി, ഞാൻ അതാണ്, ആ തീക്ഷ്ണത, ആ മാമ്പൂ, ആ തൂങ്ങി നിൽക്കുന്ന, മാമ്പഴത്തോടു കൂടി തൂങ്ങി നിൽക്കുന്ന ആ കന്യക, അല്ലെങ്കിൽ ആ തീക്ഷ്ണമായ ക്വാരി കന്യക, തുഷ് തീക്ഷ്ണമായ ആ മാമ്പൂ, മഞ്ചരി മാമ്പൂ, മേഹീത്തി ഞാൻ തന്നെയായിരുന്നു. ഓർ തുമ്നെ മുജ്സെ ഹി മേരി മാങ്ക് ഭരിയെത്തി, അതുപോലെ തന്നെ നീ എന്നെ തന്നെയാണ്, മുജ്സെ എന്നെക്കൊണ്ട് തന്നെയാണ്, മേരി മാങ്ക് എൻ്റെ സിന്ദൂരരേഖ നിറച്ചത്. അതായത് ആ മാമ്പൂ രാധയാണ്, ആ മാമ്പൂ അത് രാധയെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നീ രാധയുടെ സിന്ദൂരരേഖ നിറച്ചത് എന്നാണ് രാധ പറയുന്നത്. ये क्यों मेरे प्रिय, क्या इसलिए कि तुमने बार बार ये कहा है, ഇതെന്തിനായിരുന്നു പ്രിയതമ, क्या इसलिए നീ ഇതിനു വേണ്ടിയിട്ടാണോ, തുമ്നെ ബാർ ബാർ ये कहा, ഒരുപാട് തവണ നീ ഇത് പറഞ്ഞത്. कि तुम अपने लिए नहीं, നീ നിനക്ക് വേണ്ടിയിട്ടല്ല, മേരെ ലിയെ മുझे പ്യാർ കർത്തേ ഹോ, എനിക്ക് വേണ്ടിയിട്ടാണ് നീ എന്നെ സ്നേഹിക്കുന്നത്, നിനക്ക് വേണ്ടിയിട്ടല്ല, നീ ഇതിനു വേണ്ടിയിട്ടാണോ പറഞ്ഞതെന്ന് രാധ ചോദിക്കുകയാണ്. ഓർ ക്യാ തും ഇസി കാ പ്രമാൺ ദേ രഹേ തേ, നീ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നീ പ്രൂഫ് തന്നുകൊണ്ടിരുന്നത്. പ്രമാൺ, പ്രൂഫാണ്, തെളിവ്. നീ ഒരുപാട് തവണ പറഞ്ഞത് നീ നിനക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്, നീ എന്നെയാണ് സ്നേഹിക്കുന്നത്, മേരേലിയെ എനിക്ക് വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പ്രൂഫ് തന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സൂചനകൾ തന്നുകൊണ്ടിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണോ. ജബ് തും മേരെ ഹി നിജിത്തുക്കോ മേരെ ഹി ആന്തരിക അർത്ഥക്കോ മേരി മാങ്കുമേ ബർഹത്തെ, എപ്പോഴാണോ നീ എൻ്റെ തന്നെ വ്യക്തിത്വത്തെ, അതുപോലെ മേരെ ഹി ആന്തരികത, എന്നിലുള്ള അർത്ഥത്തെ, എൻ്റെ മനസ്സിലുള്ള, എൻ്റെ ഹൃദയത്തിലുള്ള അർത്ഥത്തെ, മേരി മാങ്കുമേ, ആ അർത്ഥത്തെയാണ് നീ സിന്ദൂരരേഖയിൽ നിറച്ച്
നിറച്ചുകൊണ്ടിരുന്നത്. അത് നീ എന്തുകൊണ്ടാണ് അങ്ങനെ തെളിവായിട്ട് ഇങ്ങനെ ഒരുപാട് പ്രമാണങ്ങൾ അല്ലെങ്കിൽ പ്രൂഫ് തന്നുകൊണ്ടിരുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ? അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. और जब तुमने कहा है कि माथे पर पल्ला डाल लो, तो क्या तुम चिदा रहे थे कि अपने इसी निजत्व को, अपने आंतरिक अर्थ को मैं सदा मर्यादित रखूं, समय और पवित्र रखूं, नववधू की बांधी? हाय, मैं सच कहती हूँ, मैं इसे समझी नहीं समझी, बिल्कुल नहीं समझी। ये सारे संसार से पृथक पद्धति का जो तुम्हारा प्यार है ना, इसकी भाषा समझ पाना क्या इतना सरल है? तिस पर मैं भावरी, जो तुम्हारे पीछे साधारण भाषा भी इस हद तक भूल गई हूँ कि शाम ले लो पुकारती हुई हाट बाट में, नगर ढगर में अपनी हांसी कराती घूमती हूँ। फिर मैं अगर अपनी मांग पर आम के भोर की लिपि में लिखी भाषा का ठीक ठीक अर्थ नहीं समझ पाई, तो इसमें मेरा क्या दोष, मेरे लीला बंधु? आज इस निर्बध एकांत में तुमसे दूर पड़ी हूँ, और तुम क्या जानो कैसे मेरे सारे जिस्म में आम के बोर टीस रहे हैं, और उनकी अजीब सी तुर्श महक तुम्हारा अजीब सा प्यार है, जो संपूर्णतः बांध कर भी संपूर्णतः मुक्त छोड़ देता है। छोड़ क्यों देता है प्रिय? क्या हर बार इस दर्द के नए अर्थ समझने के लिए? നമുക്കിതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. ഹായ്, मैं सच कहती हूँ, मैं इसे समझी नहीं समझी, बिल्कुल नहीं समझी. ഞാൻ സത്യം പറയുകയാണ്. मैं इसे समझी नहीं, ഞാനിത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതായത് और जब तुमने कहा है कि माथे पर पल्ला डालो, तो क्या तुम चिदा रहे थे? ഇവിടെ രാധ പറയുകയാണ്, നീ എപ്പോഴാണോ പറഞ്ഞത് മാത്തെ पर पल्ला डालो, തലം മൂടാൻ എപ്പോഴാണോ നീ പറഞ്ഞത്? നവവധുവിനെ പോലെ ലജ്ജ കാണിക്കാൻ. പല്ലടാലോ എന്ന് പറഞ്ഞാൽ ലജ്ജ കാണിക്കുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് സാരിത്തുമ്പ് താത്തിയിടുക നെറ്റിയിൽ, തലയിൽ. അതിനർത്ഥം തല മൂടാനാണ്. തക്കാത്തും ചിതാരഹത്തെ, നീ എന്നെ മനസ്സിലാക്കിപ്പിച്ചിരുന്നു. അതാണ് നീ എന്നെ മനസ്സിലാക്കിപ്പിച്ചത്. कि अपने इसी निजत्व को, अपने आंतरिक अर्थ को मैं सदा मर्यादित रखूं. ഞാൻ എൻ്റെ ഈ അർത്ഥത്തെ, എൻ്റെ ഈ വ്യക്തിത്വത്തെ, എൻ്റെ ഉള്ളിലുള്ള ഈ അർത്ഥത്തെ, എൻ്റെ പ്രേമത്തെ ഞാൻ എപ്പോഴും നിയന്ത്രിക്കുക. ഈ രസത്തെ, രസമായി ഓർ ഇതിനെ പവിത്രമായി സൂക്ഷിച്ചു കൊണ്ടിരിക്കുക, നിയന്ത്രിച്ചു വയ്ക്കുക. പവിത്രക്കും നവവധു കി ബാന്ധി, ഒരു നവവധുവിനെ പോലെ ഞാനിത് ഈ രസമയത്തെ ഇതിനെ നിയന്ത്രിച്ച്, ഈ പ്രേമത്തെ, നിന്നോടുള്ള പ്രേമത്തെ, നിന്നോടുള്ള അടങ്ങാത്ത സ്നേഹത്തെ നിയന്ത്രിച്ച് വയ്ക്കാൻ ഇതുകൊണ്ടാണോ നീ മനസ്സിലാക്കിപ്പിച്ചുകൊണ്ടിരുന്നത്? അതാണോ നീ മനസ്സിലാക്കിപ്പിച്ചുകൊണ്ടിരുന്നത്? അതിനു വേണ്ടിയിട്ടാണോ നീ ഇതൊക്കെ ചെയ്തത് എന്ന് രാധ കൃഷ്ണനോട് ചോദിക്കുകയാണ്. ഹായ്, മേ സച്ച് കേത്തി ഹും. നേരത്തെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നായിരുന്നു. ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓർ ജബ് തുമ്നെ കഹാക്കി എന്ന വരികൾ മുതലാണ്. അതുകൊണ്ടാണ് അതിലേക്ക് വീണ്ടും പോയത്. വീണ്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹായ്, മേ സച്ച് കേത്തി ഹും, മേ ഇസെ സംജി നഹി. ഞാൻ സത്യം പറയാണ്, രാധ പറയാണ്. മേ ഇസെ സംജി, ഞാനിത് മനസ്സിലാക്കി. നീ ഇതാണ് ഉദ്ദേശിച്ചതെന്ന്. നവവധുവിനെ പോലെ നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള പ്രേമം, എൻ്റെ വ്യക്തിത്വം, ഇതൊക്കെ ഞാൻ അടക്കി വെച്ച്, നിയന്ത്രിച്ച്, പവിത്രമാക്കി വെച്ച് ഇരിക്കണമെന്നാണ് നീ ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. മേസ സംജി നഹി സംജി, ബിൽക്കുൽ നഹി സംജി, ഒരിക്കലും മനസ്സിലാക്കിയില്ല.
രാധയ്ക്ക് അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. കൃഷ്ണൻ എന്താണോ ഉദ്ദേശിച്ചതെന്ന്. ഈ സാരെ സംസാർ से पृथक पद्धति का जो तुम्हारे प्यार है ना, इसकी भाषा समझ पाना क्या इतना सरल है? तिस पर मैं भावरी जो तुम्हारे पीछे സാധാരണ ഭാഷ भी इस हद तक भूल गई हूँ. നിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ അത്ര ലളിതമല്ല. നിൻ്റെ പൃഥക് പദ്ധതിക, ഈ സാരെ സംസാർ സെ പൃഥക് പദ്ധതിക വ്യത്യസ്തമാണ്. നിൻ്റെ ഈ ലോകത്ത് നിൻ്റെ ഈ സ്നേഹം വിചിത്രമാണ്. ജോ തുമ്മാര പ്യാർ ഹെ നാ, പൃഥക് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തം, വിചിത്രം, പദ്ധതി. ഇസിക്ക് ഭാഷ സമജ് പാനയ്ക്ക ഇത്ര സരൾ ഹെ, ഇത്രത്തോളം സിമ്പിളാണോ എന്നാണ് ചോദിക്കുകയാണ്. തിസ് പർ മേ ഭാവരി, ഞാനൊരു പൊട്ടിപ്പെണ്ണാണ്. ജോ തുമ്മാരെ പീച്ചെ സാധാരണ ഭാഷ ബി ഇസ് ഹദ് തക് ഭൂൽ ഗയി ഹും, ഞാൻ എൻ്റെ സാധാരണ ഭാഷ വരെ ഒരു പരിധി വരെ മറന്നു പോയിരിക്കുകയാണ്. ഇസ് ഹദ് തക്, ഹദ് എന്ന് പറഞ്ഞാൽ പരിധിയാണ്, ഞാൻ മറന്നു പോയിരിക്കുകയാണ്. कि शाम ले लो पुकारती हुई हाट बाट में नगर डगर में अपनी हंसी कराती घूमती हूँ. ഞാൻ ആ മാർക്കറ്റിലും കൃഷ്ണനെടുക്കോ ശ്യാം ലേലോ കൃഷ്ണനെ വേണോ കണ്ണനെ വേണോ എന്നൊക്കെ, ശ്യാം എന്ന് പറഞ്ഞാൽ കൃഷ്ണനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹാട്ട് ബാട്ട് എന്ന് പറഞ്ഞാൽ, ഹാട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ്, ഹാട്ട് ബാട്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ്. അതിൽ ബാട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റാണ്. ഹാട്ട് മാർക്കറ്റാണ് സ്ട്രീറ്റ്. നഗർ ഡഗർമേ, നഗർ എന്ന് പറഞ്ഞാൽ നഗരം, ഡഗർ എന്ന് പറഞ്ഞാൽ റോഡാണ്. റോഡിലൂടെ, നഗരങ്ങളിലൂടെ, മാർക്കറ്റിലൂടെ, തെരുവിലൂടെ ഞാനിങ്ങനെ ശ്യാംലോ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ പരിഹാസപാത്രമായിട്ട് ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് പരിഹാസപാത്രമായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ. കണ്ണനെയും വിചാരിച്ച്, കൃഷ്ണനെയും വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് കാരണം എപ്പോഴും നാവും തുമ്പത്ത് കൃഷ്ണൻ, കണ്ണൻ എന്നാണ് രാധയ്ക്കുള്ളത്. അപ്പോൾ മറ്റുള്ളവർക്ക് അത് കേട്ട് പരിഹാസപാത്രമായിട്ട് മാറിയിരിക്കുകയാണ് രാധ എന്നാണ് ഇവിടെ ദുഃഖം പറയുകയാണ് രാധ. ഫിർ മേ അഗർ അപ്നി മാംഗ് പർ ആം കെ ബോർ കി ലിപി മേ ലിഖി ഭാഷ, പിന്നെ ഞാൻ വീണ്ടും അഗർ അപ്നി മാംഗ് പർ, അഥവാ ഒന്നില്ലെങ്കിൽ എൻ്റെ സിന്ദൂർ രേഖയിൽ, എൻ്റെ സീമന്തരേഖയിൽ, ആം കി ബോർ കി ലിപി മേ, മാമ്പൂ എന്ന് പറയുന്ന ലിപി കൊണ്ട് എഴുതിയ ഭാഷ, ലിഖി ഭാഷ ക ടീക്ക്, നീ മാമ്പൂ കൊണ്ട് എൻ്റെ സിന്ദൂർ രേഖയിൽ ചാർത്തിയ ആ ലിപി, അതിൻ്റെ ഭാഷ, അതിൻ്റെ അർത്ഥം, ടീക്ക് അർത്ഥം നഹി സമജ് പായി, അത് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. തോ ഇസ്മേ മേരാ ക്യാ ദോഷ് മേരെ ലീലാ ബന്ധു, അതുകൊണ്ട് എന്താണ് എൻ്റെ ദോഷം, ഞാൻ ചെയ്ത തെറ്റെന്താണ്, ആ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിലെന്താണ് എൻ്റെ തെറ്റ് ലീലാ ബന്ധു എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ സംബോധന ചെയ്യുകയാണ്. ആജ് ഈസ് നിർബുദ്ധ ഏകാന്തമേ തുംസെ ദൂർ പടി ഹും, ഇന്ന് ഞാൻ ഈ ജനവാസമില്ലാത്ത ഈ ഏകാന്തതയിൽ നിന്നിൽ നിന്ന് ഒറ്റയ്ക്കാണ്, അകലെയാണ്. और तुम क्या जानो कैसे मेरे सारे जिस्म में आम के बोर्टीस रहे, നിനക്കറിയോ എൻ്റെ ശരീരം മുഴുവൻ, ശരീരം, ആം കെ ബോർ മാമ്പു എന്നെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീസ് രഹേ, ആ മാമ്പു എന്ന് പറയുന്നത് രാധയാണെന്ന് പറഞ്ഞു. രാധേനെ കൊണ്ട് തന്നെയാണ് സിന്ദൂരേഖ ചാർത്തിയിരിക്കുന്നത് കൃഷ്ണൻ. ആ ചാർത്തിയിരിക്കുന്ന സിന്ദൂരേഖയിൽ ചാർത്തിയിരിക്കുന്ന ആ മാമ്പു രാധയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് രാധ പറയുന്നത്. അതിനർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ. ഓർ ഉനിക്ക് അജീബ് സി തുർഷ് മഹക്, അതുപോലെ തന്നെ അവിചിത്രമായ തീക്ഷ്ണമായ സുഗന്ധം. മഹക്, തുർഷ് എന്ന് പറഞ്ഞാൽ തീക്ഷ്ണത, തീക്ഷ്ണമായ സുഗന്ധം. തുമാര അജീബ് സ പ്യാർ ഹെ, നിൻ്റെ വിചിത്രമായ സ്നേഹമാണത്. ആ തീക്ഷ്ണമായ വിചിത്രമായ ആ സുഗന്ധം, അതാണ് കൃഷ്ണൻ്റെ സ്നേഹപ്രകടനങ്ങളൊക്കെ വിചിത്രമാണ്. ജോ സമ്പൂർണ്ണതഃ ബാന്ധ് കർ ബി, സമ്പൂർണ്ണമായിട്ട് എന്നെ കെട്ടി വരിയുകയാണ് ബാന്ധ് കർ,
കെട്ടിവരിയുക സമ്പൂർണ്ണമായിട്ട്. സമ്പൂർണ്ണതഃ മുക്തി ചോട് ദേത്താ ഹൈ. അതുപോലെ തന്നെ സമ്പൂർണ്ണമായിട്ട് പൂർണ്ണമായി ബന്ധിപ്പിച്ചിട്ട് പോലും നിൻ്റെ സ്നേഹം സ്വതന്ത്രയാകാൻ അല്ലെങ്കിൽ സ്വതന്ത്രയാക്കാൻ സാധിക്കുന്നുണ്ട്. സമ്പൂർണ്ണമായിട്ട് കെട്ടിവരികയും പക്ഷെ തന്നെ കൃഷ്ണൻ സമ്പൂർണ്ണമായിട്ട് വിടുന്നുമുണ്ട്, അതായത് സമ്പൂർണ്ണയാക്കുന്നുണ്ട്. പൂർണ്ണമായി ബന്ധിപ്പിച്ചിട്ട് പോലും നിൻ്റെ സ്നേഹം സ്വതന്ത്രയാക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് രാധ പറയുന്നത്. ചോട് ക്യൂ ദേത്താ ഹൈ പ്രിയ, എന്തിനാണ് വിടുന്നത്? ക്യാ ഹർ ബാർ ഇസ് ദർദ് കെ നയെ അർത്ഥ സമझने के लिए, ഈ സ്നേഹത്തിൽ നിന്ന് എന്തിനാണ് വിടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ബന്ധനത്തിൽ ആക്കിയിട്ട് പൂർണ്ണത എന്തിനാണ് വിടുന്നത് എന്നാണ്. പൂർണ്ണത ആക്കുന്നുണ്ട്, ബന്ധനത്തിലാക്കുകയാണെങ്കിലും സമ്പൂർണ്ണമാക്കാറുണ്ട് കൃഷ്ണൻ രാധയെ. അപ്പോൾ അതെന്തിനാണ് വിടുന്നതെന്നാണ് ചോദിക്കുന്നത്. ക്യാ ഹർ ബാർ ഇസ് ദർദ് കെ നയെ അർത്ഥ, ഓരോ തവണയും ഓരോ രീതിയിൽ വേദിപ്പിക്കുന്നത് വേദനയുടെ കൃഷ്ണൻ്റെ വിരഹവേദന, കൃഷ്ണനോടുള്ള വിരഹവേദനയുടെ പുതിയ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ പ്രാവശ്യം നിൻ്റെ പ്രണയം പുതിയ സൂചനകളാണ്, അതിൽ വേദനകളാണ് ഉണ്ടാകുന്നത്. അത് എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ, പുതിയ അർത്ഥം എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് രാധ കൃഷ്ണനോട് ചോദിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.